ഗോവയിലേക്കൊക്കെ ട്രിപ്പ് പോകുന്ന കപ്പിൾസും അതുപോലെ തന്നെ ഫാമിലീസും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ്. അബദ്ധവശാല് നിങ്ങൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഇനി മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈ ബസ്സിന് എങ്ങനെ നോർത്ത് ഗോവയിലെ വാഗ ബീച്ചും അതുപോലെ കല്ലങ്കോട്ട് ബീച്ചിലൊക്കെ പോകാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ ഫാമിലിക്ക് തീരെ റെക്കമെൻഡബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യുന്ന പ്ലാനുള്ള ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഫബീറാണ്, വെൽക്കം ബാക്ക് ട്രാവൽ ടു ഫബീർ. അങ്ങനെ നമ്മൾ ഒരു 10 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഗോവയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, നോർത്ത് ഗോവയും സൗത്ത് ഗോവയും. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇപ്പോൾ നോർത്ത് ഗോവ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ബസ് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവർ ഷെയർ ടാക്സീസ് ഉണ്ടാവും, ബൈക്സ് അവൈലബിൾ ആണ്. ബൈക്സ് പുറത്തിറങ്ങുമ്പോൾ 500ഒക്കെയാണ് അവർ പറയുന്നത്, അതൊക്കെ കുറച്ച് കൂടുതലാണ്. ഇനി ഷെയർ ടാക്സി ആണെങ്കിൽ ഇവിടെ അതുവരെ പോകാൻ 1300-1400 ഒരു ചാർജ് പറയുന്നത്. അപ്പോൾ നമ്മളത് ബസ്സിന് ഇവിടുന്ന് എങ്ങനെ നമുക്ക് അവിടെ പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നോക്കുന്നത്. ഇനി ടാക്സി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രീപെയ്ഡ് ടാക്സി ഉണ്ട്. അതിന് നമ്മൾ അവിടെ കാണുന്ന കൗണ്ടറിൽ പോയിട്ട് ടാക്സി പേയ്മെൻറ്റ് നടത്തണം. നമുക്ക് ഇവിടുന്ന് പോകുന്ന സ്ഥലത്തേക്ക് 1500, 1600, 2000 ആ റേഞ്ചിലാണ് അവർ പറയുന്നത്. ഇത് പ്രീപെയ്ഡ് ടാക്സിയാണ്. നിങ്ങൾക്ക് ടാക്സി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടാക്സി നിങ്ങൾക്ക് വിളിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് സ്കൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഹയർ ചെയ്യാം. പക്ഷേ ഭയങ്കര റേറ്റാണ് പറയുന്നത്, 500-600ഒക്കെയാണ് പറയുന്നത്. നമുക്ക് ബെറ്റർ നമുക്ക് പോണ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നോർത്ത് ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ലോക്കൽ ബസ് കിട്ടുമെന്നുള്ളത് നോക്കുകയാണ്. ലോക്കൽ ബസ്സായിരിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറവായിട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് മഡ്ഗാവിൽ നിന്ന് നോർത്ത് ഗോവയിലേക്ക് ബസ്സിന് പോകുന്നത് കേട്ടോ. ഇതിനു മുൻപ് നമ്മൾ വന്ന സമയത്ത് നമ്മൾ ടാക്സി വിളിച്ചാണ് പോയിരുന്നത്. അന്ന് ടാക്സിക്ക് നമ്മൾ 2000 രൂപയാണ് കൊടുത്തത്. നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് നമ്മൾ ഈ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ലോക്കൽ ബസ് മഡ്ഗാവൻ ബസ് സ്റ്റാൻഡിലേക്ക് കിട്ടും. ആദ്യം ആ ബസ് പിടിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി നോർത്ത് ഗോവയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് നമ്മൾ മിനിമം 3 ബസ്സെങ്കിലും നമ്മൾ കയറിയിരിക്കണം. അതിൽ ആദ്യത്തെ ബസ്സാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഈ ഒരു ബസ് എന്ന് പറയുന്നത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന്റെ ഗേറ്റിന്റെ പുറത്ത് അവിടെ നിന്ന് കയറുന്ന ബസ്സാണ്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് മഡ്ഗാവൻ ബസ് സ്റ്റേഷനിലേക്ക് ഒരാൾക്ക് 20 രൂപയാണ് ബസ്സിന്റെ ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ മഡ്ഗാവൻ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കേട്ടോ മഡ്ഗാവൻ ബസ് സ്റ്റേഷൻ. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ മഡ്ഗാവൻ ബസ് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ബാഗ അതുപോലെ കഞ്ചുന ഭാഗത്തേക്കൊക്കെ ബസ് അവൈലബിൾ ആണ്. അതായത് നോർത്ത് ഗോവയിൽ പോകണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ് ഒരുപാട് അവൈലബിൾ ആണ്. അർപ്പുര പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ ബസ് അവൈലബിൾ കിട്ടും. അപ്പോൾ നമ്മൾ മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് പാഞ്ചിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഏകദേശം 1 hour ട്രാവൽ വരുന്നുണ്ട്. ഒരാൾക്ക് ചാർജ് 50 രൂപയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. AC ബസ്സാണ്. അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി നൈറ്റിൽ ട്രെയിനിൽ കൂടെ വന്നുകൊണ്ടുള്ള ആ ഒരു ക്ഷീണം മുഖത്തുണ്ടാവും, കുഴപ്പമില്ല. എന്നാലും നമ്മളവിടെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ട്. അവിടെ എത്തി കഴിഞ്ഞിട്ടുള്ള പാക്കേജ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് റൂമിൽ സ്റ്റേ ചെയ്ത് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മളൊരു എനർജി ലെവലിൽ കാണുന്നു. മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പാഞ്ചി അല്ലെങ്കിൽ പനജി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് 1 hour ആണ് യാത്ര വരുന്നത്. ഇത് നമുക്കൊരു AC ബസ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് ആയിട്ടുള്ള യാത്ര തന്നെയാണ്. മറിച്ച് നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഡ്ഗാവ് ബസ് സ്റ്റേഷനിൽ വരെയുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് പക്ക ലോക്കൽ ബസ്സാണ്. നമുക്ക് ഇരിക്കാൻ തന്നെ കംഫർട്ടായിട്ട് പറ്റില്ല. ലെഗൊക്കെ ഫ്രണ്ട് സീറ്റിലൊക്കെ തട്ടിയിട്ടൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് AC ബസ്സാണ് ഈ ഒരു മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പനജി വരെ കിട്ടുന്നത്. ആക്ച്വലി മഡ്ഗാവിൽ നിന്ന് നമ്മൾ നോർത്ത് ഗോവയിലേക്ക് പോകുന്ന ഈ ഒരു ബസ് യാത്ര ഉണ്ടല്ലോ, ഞാനിതൊരിക്കലും കപ്പിൾസിനോ ഫാമിലിക്കോ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട്. നമുക്കൊരു 3 to 4 hour എങ്കിലും നമ്മൾ ജേണി നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 20 മിനിറ്റും അവിടുന്ന് 1 hour ആണ് ബസ്സിനുള്ളതും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു 1 hour നമ്മൾ ബസ് യാത്ര ചെയ്തിട്ട് വേണം ബാഗ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ 4-5 മണിക്കൂർ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിന്റെ ട്രാവലിംഗ് ടൈം മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതുകൂടാണ്ട് ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു ടൈം ഏകദേശം നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ബസ് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ബസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പാഞ്ചിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പാഞ്ചിങ് ബസ് സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. AC ബസ്സായിരുന്നു. നല്ല കംഫർട്ട് യാത്രയായിരുന്നു. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ എത്താൻ പറ്റി. ആക്ച്വലി ഈ ഒരു യാത്ര ഞാൻ ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം 4 to 5 hours യാത്ര വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബാച്ചിലേഴ്സിനാണെങ്കിൽ ഇത് ഓക്കെയാണ്. ആക്ച്വലി അവർക്ക് ഒരു കീശ കാലിയാവുണ്ട്. അതായത് ഒരു 90 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് വാഗ ബീച്ചിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഇതിനേക്കാളും മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ്ഗാവിൽ നിന്ന് നിങ്ങൾ നേരെ തീവ്യത്തിലേക്ക് ലോക്കൽ ട്രെയിൻ എടുക്കുക എന്നുള്ളതാണ്. പാഞ്ചിയാണ് നമ്മളെ ഗോവന്റെ ക്യാപിറ്റൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്.
ഇനി ഇവിടുന്ന് വേണം നമുക്ക് കണ്ടൻകുട്ടയിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാഗ ബീച്ചിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേണം ബസ് കയറാൻ. അപ്പോൾ അവിടേക്ക് പോകണ ബസ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഓൾഡ് ഗോവ ഡ്രൈവർ പാഞ്ചി ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഡ്രൈവർ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കല്ലങ്കോട്ടിലേക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത്. ആ കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ. അങ്ങനെ നമ്മൾ കല്ലക്കൂട്ട് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ആ ഭാഗത്താണ്. അപ്പോൾ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ്. നമ്മൾ ബസ്സൊക്കെ കയറി വന്നുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ ചെക്കിങ് ചെയ്തു. ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ബസ്സിന് ഇവിടേക്ക് വന്നത്, പകരം അവിടെ നിന്ന് ഒരു ബൈക്ക് റെന്റിന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നുകൂടെ എന്നുള്ളത്. ഈ ബൈക്ക് റെന്റിന് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളേക്കുന്ന ഒരു 500 മുതൽ 600 ചാർജ് ചെയ്യുന്നത്. അതുകൂടാണ്ട് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് അവിടെ കൊടുക്കണം. ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബൈക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ ബൈക്കിൻ്റെ വല്ല ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും ഒരു 500 മുതൽ 3000, 4000, 5000 വരെയൊക്കെ അവർ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കപ്പിളോ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പരിചയമുള്ള മലയാളികൾ ചെയ്യുന്ന പാക്കേജ് എടുത്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ആക്ച്വലി പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ നമുക്ക് ചെയ്തൊരു മണ്ടത്തരം എന്താ വെച്ചാൽ നമ്മൾ ആ പാക്കേജിൽ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പിക്കപ്പ് ഡ്രോപ്പ് നമ്മൾ ഒഴിവാക്കി. പകരം ബസ്സിൽ കയറി വരാമെന്ന് വിചാരിച്ചത്. ബസ്സിൽ കയറി വന്നപ്പോഴാണ് അതിന്റെ ഡിഫിക്കൽട്ടി എത്രത്തോളം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഏറ്റവും നല്ലത് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജസ് എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം തിരികെ റെയിൽവേ സ്റ്റേഷനിൽ പരമാവധി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ പാക്കേജ് ചെയ്യുന്നവരുടെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി.